Hello friends, it's me Niyaz Talapil. Welcome to another video of my channel. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യൂണിജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി നമുക്ക് കുറച്ച് റിവ്യൂ യൂണിറ്റ്സ് അയച്ചു തന്നിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതായത് ഗിവ് അവേ ആയിട്ട്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് യൂണിജൻ ഓഡിയോസിൻ്റെ യൂണിപോഡ്സ് ആണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു വൈറ്റ് ബോഡിയും അതിനുള്ളിൽ അതേ ലാബിലുള്ള ബ്ലാക്ക് ബോഡിയുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് അവർ താങ്ക്സ് ഫോർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ അവർ എന്തൊക്കെയോ ഗിവ് അവേ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആമസോണിൽ റിവ്യൂ അടിക്കാനൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മൾ ബോക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജിങ് കേസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല പ്രീമിയം ലുക്കിലാണ് ചാർജിങ് കേസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇയർപോഡ്സ്. അപ്പം ഈ ഒരു ഇയർപോഡ്സ് അവർ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് വൈറ്റ് ആണ്. നിങ്ങൾക്ക് ബ്ലാക്ക് നമ്മുടെ വീഡിയോയുടെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. നമ്മളതും ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ ചെവിടിന് കംഫോർട്ടായിട്ടുള്ള രീതിയിലുള്ള ഇയർ പീസസ് ചൂസ് ചെയ്യാനായിട്ട് 2 പെയർ ഓഫ് ഇയർ പീസസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ ഹോളാണെന്നുണ്ടെങ്കിൽ വലിയ ഹോളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ശേഷം നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് ഒരു മൈക്രോ USB കേബിളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ചാർജിങ് കേസ് മൈക്രോ USBയിലാണ് നൽകുന്നത്. ശേഷം നമുക്ക് ഒരു ചെറിയ നമുക്കിതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ മിസ്സാവാതിരിക്കാനൊക്കെ ഒരു ടൈം അവർ നൽകുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ബിൽഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് ഫ്രീ ആയിട്ട് ഓപ്പൺ ആവുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഇത് നമ്മുടെ ഈ ഒരു എയർപോർട്ട്സ് താഴോട്ട് പോകുന്നതോ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല. കൂടാതെ തന്നെ ഇതിൽ ടോട്ടലായിട്ട് 3 LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ സെൻട്രലിലുള്ളത് ബാറ്ററി ഇൻഡിക്കേഷനും ബാക്കി 2 സൈഡിലുള്ളത് ഇയർപോഡ്സിൻ്റെ ചാർജ് ഇൻഡിക്കേറ്ററുമാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ഇൻഡിക്കേഷൻ എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ബ്ലിങ്ക് കൗണ്ട്സ് വെച്ചിട്ടാണ്, അതായത് ഇത് മിന്നി കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബ്ലിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ 0 to 25%, 2 ബ്ലിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ 25 to 50%, 3 ബ്ലിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ 50 to 75%, 4 ബ്ലിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ 75 to 100% എന്നാണ് നോക്കുന്നത്. അപ്പം എനിക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇയർപോഡ്സിൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല കിഡ്ലൻ നോയ്സ് ക്യാൻസലേഷനൊക്കെയുള്ള ഒരു ഇയർപോഡ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ കൊണ്ടാണോ എന്നറിയില്ല, ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇൻസേർട്ട് ചെയ്ത് നമ്മൾ എത്ര തല കുലുക്കിയാലോ അല്ലെങ്കിൽ ഇത് നമ്മളെവിടെ നിന്ന് പോരുന്നതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ കംഫോർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ കൺട്രോൾസ് ഫുള്ളി ഒരു റെസ്പോൺസീവ് ടച്ച് സ്ക്രീൻ വെച്ചിട്ടാണ്. അപ്പോൾ നോർമലായിട്ട് ഫിസിക്കൽ ബട്ടണൊന്നുമല്ല, നമുക്ക് ഒരു സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ എടുക്കാനും അല്ലെങ്കിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പൗസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ടാപ്പാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രാക്ക്, അതായത് റൈറ്റ് സൈഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലോട്ട് പോവുകയും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ട്രാക്കിലോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ 3 പ്രാവശ്യം നമ്മൾ റൈറ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയം അപ്പ് ആവുകയും അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ഡൗൺ ആകുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മുഴുവൻ ഡിസൈനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 3 മുതൽ 4 മണിക്കൂർ വരെയാണ് നമുക്കിതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചാർജിങ് കേസിൽ ഇൻസേർട്ട് ചെയ്യുകയും പിന്നീട് നമ്മൾ ഉപയോഗിക്കുകയും പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 16 മണിക്കൂർ വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നോർമൽ യൂസേഴ്സിനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാർജിങ്ങിലൂടെ തന്നെ നമുക്ക് ഏകദേശം ഒരു 1 വീക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചാർജിങ് കേസ് ചാർജ് ആവാൻ അല്ലെങ്കിൽ നമ്മുടെ ചാർജിങ് കേസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3000 mAh ആണ്. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ല ഡീപ്പ് ബാസും നല്ല ക്ലിയർ ഓഡിയോ ആണ്. നമ്മുടെ മിഡ് ലോ എല്ലാം പ്രോപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചെവിയിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്യുവർ നോയ്സ് ക്യാൻസലേഷൻ ആണ് വരുന്നത്. അതായത് പുറത്ത് നടക്കുന്നത് എന്താണെന്ന് പോലും നമുക്ക് അറിയാത്ത രീതിയിലുള്ള നോയ്സ് ക്യാൻസലേഷൻ തന്നെയാണ് ഇത് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റസ്റ്റ് ഓട്ടോ പെയറിംഗ് ഉണ്ട്. നമ്മളൊരു പ്രാവശ്യം പെയർ ചെയ്താൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചാർജിങ് കേസിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് പെയർ ആവുകയും ഈസി ആയിട്ട് അറ്റാച്ച് ആവുകയും ചെയ്യും. ഈ ഒരു ഇയർപോഡ്സിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇത് ചെറിയ ലൈറ്റൻസ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. അത് നോർമലി അധിക ബ്ലൂടൂത്ത്
ഹെഡ്ഫോണുകൾക്കും വരുന്നതാണ്. അതിൻ്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയുടെ ഇഷ്യൂ ആണ്. ഈ ഒരു എയർപോഡ്സിൻ്റെ പ്രൈസ് നമ്മൾ ആമസോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3399 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ബെസ്റ്റ് ഹെഡ്ഫോൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് യൂണിജൻ ഓഡിയോയുടെ യൂണിബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം. യൂണിപോഡ്സിനെ പോലെ തന്നെ യൂണിബാൻഡ് നല്ല പ്രീമിയം പാക്കിൽ തന്നെയാണ് വരുന്നത്. ആദ്യം ഒരു വൈറ്റ് ബോഡി, അതിന് ശേഷം ഒരു ബ്ലാക്ക് ബോഡി. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് മാത്രമാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു താങ്ക്സ് ഫോർ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഇതിന് ശേഷം നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. അപ്പം നമുക്കത് ഓപ്പൺ ചെയ്തെന്ന് ജസ്റ്റ് ആ ബോഡി ഒന്ന് എടുത്താൽ നമുക്ക് വീണ്ടും ഒരു പർച്ചേസ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് യൂണിജെൻറ്റിൻ്റെ ഒരു കേസ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഹെഡ്ഫോൺ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നല്ല ഒരു പ്രീമിയം ലെതർ അല്ല, ഒരു സിന്തറ്റിക് ലെതർ പോലെയുള്ള ഒരു കേസാണ് അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനായിട്ടും, നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ഉണ്ട് യൂണിജെൻ്റെ പ്രോഡക്റ്റുകൾക്കെല്ലാം. അതുപോലെ തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ യൂണിപോഡ്സിനെ പോലെ തന്നെ ആദ്യമായിട്ട് നമുക്ക് ഒരു 2 പെയർ ഓഫ് ഇയർ പീസസ് അവർ നൽകുന്നുണ്ട്. നമ്മൾ ഇയർ പീസസ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് കളറാണ് ഇവർ യൂണിബാൻഡ് അവർ പ്രൊഡക്റ്റ് പുറത്തിറക്കുന്നത്. ശേഷം നമുക്കൊരു മൈക്രോ USB കേബിൾ, ശേഷം ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ എന്താ പറയുക കാറ്റലോഗാണ് വരുന്നത്. നമുക്കിത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. പേഴ്സണലി ഈ ഒരു നെക്ക് ബാൻഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സുകളും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിങ്ങുകളൊക്കെയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കണക്ടിവിറ്റി തന്നെയാണ്. ബ്ലൂടൂത്ത് 5.0 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ല ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ഒരേ സമയം 2 ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ ലാപ്ടോപ്പുമായിട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഗെയിമിങ്ങിനൊക്കെ ഈ ഒരു ഹെഡ്ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഏകദേശം 14 മണിക്കൂർ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഞാൻ ഏകദേശം ഒരു 10 മണിക്കൂറോളൊക്കെ എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഞാൻ യൂസ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ഇനി എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇൻകമിംഗ് കോൾ വരുന്ന സമയത്ത് ഇത് വൈബ്രേറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ സാധാരണ ബൈക്കിലാണ് കൂടുതൽ യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ വൈബ്രേറ്റ് ചെയ്താൽ നമ്മൾ തീരെ അറിയാറില്ല. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കോൾ വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സംശയം ഉണ്ടായി, നെക്ക് ബാൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വെറ്റൊക്കെ തട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുമോ എന്നുള്ളത്. അപ്പോൾ അതിനൊന്നും പേടിക്കേണ്ട. IPX5 സ്വെറ്റ് പ്രൂഫ് ആണ് ഈ ഒരു നെക്ക് ബാൻഡ് എന്ന് പറയുന്നത്. ആമസോണിൽ നിന്ന് ഏകദേശം 2099 രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗിവ് അവേയിലോട്ട് പോവാം. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ സ്വന്തമാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഗിവ് അവേയുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ അതിനായിട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ടാകും, ഒന്ന് ലൈക്ക് ചെയ്യുക. നേരെ താഴോട്ട് വരെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ള റാൻഡം പിക്ക് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ച് യുണീക്കായിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന ഒരാളെ ആയിരിക്കും നമ്മളിത് ചൂസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ യൂണിപോഡ്സും അതിൻ്റെ ശേഷം വരുന്ന, അതായത് ഒരാൾക്ക് 100 ലൈക്കാണ്, മറ്റൊരാൾക്ക് 99 ലൈക്കാണ് എന്നുണ്ടെങ്കിൽ 100 ലൈക്കുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് നമ്മൾ യൂണിപോഡ്സും അതുപോലെ തന്നെ അതിൽ കുറവുള്ള ആൾക്ക് നമ്മൾ യൂണിബാൻഡുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കമൻറ്റ് ചെയ്യുക, ലൈക്കുകൾ വാങ്ങിക്കൂട്ടുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടിലൻ വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.